അനിശ്ചിതത അനുഭവിക്കുന്ന ഉത്തരേന്ത്യയിലെ പാവങ്ങൾക്ക് വേണ്ടി അർപ്പണബോധത്തോടെ സേവനനിരതരായി പ്രവർത്തിച്ചു വരുന്ന കർമ്മ ചൈതന്യത്തിൻ്റെ ഉടമകളായ സിസ്റ്റേഴ്സിന് നേരെ ഛത്തീസ്ഗഡിലുണ്ടായ അതിക്രമം, ഭരണകൂടത്തിൻ്റെ അതിക്രമം, അതിന് യാതൊരു വിധത്തിലുള്ള ന്യായീകരണവുമില്ല. നിയമവിരുദ്ധമായിട്ടാണ് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഛത്തീസ് ഗവൺമെൻറ്റിൻ്റെ നടപടി എന്നുള്ളത് പറയാതിരിക്കാൻ. ഏതായാലും സിസ്റ്റർ പ്രീതിക്കും സിസ്റ്റർ വന്ദനയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ പോലീസ് ഉയർത്തിയ എല്ലാ വാദമുഖങ്ങളും പൊള്ളയാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ വ്യക്തമാക്കിയത്. എന്തൊക്കെ ആക്ഷേപങ്ങളാണോ ആരോപണങ്ങളാണോ അവർക്കെതിരെ പോലീസ് ഉന്നയിച്ചത്, ഭരണകൂടം ഉന്നയിച്ചത്, അതൊക്കെ സമ്പൂർണമായി തെറ്റായിരുന്നു, യാതൊരു അടിസ്ഥാനമില്ലാത്തതായിരുന്നു എന്ന് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ NIA കോടതി വിധി BJP ഭരണകൂടത്തിന് മുഖത്തേറ്റ അടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നിരവധി ദിവസങ്ങൾ ജയിലടയ്ക്കപ്പെട്ടു. മാനസികമായി ശാരീരികമായി മാനസികമായ പീഡനം, ശാരീരികമായ ക്ലേശങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ നിശ്ചയദാർഢ്യത്തോടുകൂടി അവർ നിലകൊണ്ടു. നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഭരണകൂടത്തിൻ്റെ ഈ ദുഷ്ചെയ്തികൾക്കെതിരെ ഇന്ത്യയിലെ സാമാന്യ ജനസാമാന്യം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച്, രാഷ്ട്രീയം മാറ്റിവെച്ച്, മറ്റ് വിഭാഗീയതകൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി സിസ്റ്റേഴ്സിനോടൊപ്പം അവരെ ചേർത്ത് വിളിച്ച് അവരോടൊപ്പം നിലകൊണ്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവർക്കെതിരെ കള്ളപ്രചരണങ്ങളും കള്ളക്കഥകളും തെറ്റായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ആവുന്നതും ഭരണകൂടത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ആ വർഗീയ ശക്തികൾ അവർ ശ്രമിച്ചെങ്കിലും അതൊന്നും വിലപ്പോയില്ല. അവരുടെ സർവ്വവാദങ്ങളും നിരർത്ഥകങ്ങളാണ്, പൊള്ളയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ BJP ഭരണകൂടം, BJP നേതൃത്വം, വചനങ്ങൾ അവരൊക്കെ ആശീർവാദം കൊടുക്കുന്നവരൊക്കെയാണ്, സംഘപരിവാറാണല്ലോ മൊത്തത്തിൽ. അവർ രാജ്യത്തോട് മാപ്പ് പറയണം. ഈ കന്യാസ്ത്രീ സഹോദരിമാരുടെ ഈ സമൂഹത്തോട്, മിഷണറി പ്രവർത്തനം നടത്തുന്നവരോട് മാപ്പ് പറഞ്ഞ് ഒരിക്കലും ഇതുപോലുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്ന് രാജ്യത്തിന്